ഹായ് എവരിവൺ 2025 ജെയ്മെയിനിലെ ഫസ്റ്റ് ഫേസിലെ 23 ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ 4th ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ സോ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ലെറ്റ് ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി വേർ സി ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇഫ് ജി ഓഫ് 8 ഇൻറ്റു ജി ഓഫ് പൈ ബൈ 2 പ്ലസ് ജി ഡാഷ് ഓഫ് പൈ ബൈ 2 ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, ഇപ്പോൾ ഇത് ആക്ച്വലി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണ്, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ജി ഓഫ് എക്സ് എങ്ങനെ തന്നിരിക്കുന്നത്? ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം വേണ്ടത് 8 ഇൻറ്റു ജി ഓഫ് പൈ ബൈ 2 പ്ലസ് എന്താണ് ജി ഡാഷ് ഓഫ് പൈ ബൈ 2 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ജി ഓഫ് പൈ ബൈ 2 എന്താണെന്ന് നോക്കണം. അപ്പോൾ ജി ഓഫ് പൈ ബൈ 2 എന്താണെന്ന് നോക്കണമെങ്കിൽ ജി ഓഫ് എക്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് എന്താണ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആണ്. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ ജി ഓഫ് എക്സ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എന്താണ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, നമുക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താക്കുക ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, പക്ഷേ അതിനേക്കാളും നല്ല എളുപ്പത്തിൽ നമുക്ക് മറ്റൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ഡി ഐ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഡി ഐ മെത്തേഡ് നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക? ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോർമാറ്റിൽ വരുമ്പോഴാണ് ഡി ഐ മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇവിടെ എന്തെങ്കിലും സൈൻ എക്സ് ആവാം, അല്ലെങ്കിൽ കോസ് എക്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം ഈ റൈസ് എക്സ് ആവാം. ഓക്കെ, സൈൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഫോർമാറ്റിലാവാം. ഓക്കെ, അല്ലെ എക്സ് തന്നെ ആവണമെന്നില്ല, എക്സ് പ്ലസ് ബി എന്ന ഫോർമാറ്റിലാവാം. അതേപോലെ തന്നെ കോസ് ഓക്കെ അങ്ങനെ ഓക്കെ കോസ് എക്സ് പ്ലസ് ബി ഓക്കെ ആ ഫോർമാറ്റിലാകാം. അതേപോലെ ഈ റൈസ് സംതിങ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഡി ഫോർ വാട്ടർ ഡിഫറൻഷിയേഷൻ, ഐ ഫോർ എന്താണ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ ആരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ക്യൂബിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? ആരാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? സൈൻ എക്സിനെയാണ് എന്താക്കേണ്ടത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എത്ര ഡിഫറൻഷിയേറ്റ് ചെയ്യണം? 0 വരുന്നത് വരെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇവിടെ 3x സ്ക്വയർ അല്ലേ, പിന്നെ എന്താണ് യെസ് ഓക്കെ, പിന്നെ എന്താണ് 6x അല്ലെ, പിന്നെ എന്താണ് 6 ഓക്കെ 6x അല്ലെ, പിന്നെ എന്താണ് 6 അല്ലെ, പിന്നെ എന്താണ് 0. ഇനി സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. ഇനി ഈ മൈനസ് കോസ് എക്സിനെ നമുക്ക് എഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. മൈനസ് സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും പറഞ്ഞാട്ടെ? യെസ് ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് കോസ് എക്സ് എന്ന് കിട്ടും അല്ലെ. ഇനി കോസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞാട്ടെ? യെസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? അപ്പോൾ അതായത് ഈ ഡി എന്ന് പറഞ്ഞ സാധനം ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, ഐ എന്ന് പറഞ്ഞ സാധനം ഇൻറ്റഗ്രേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ് ക്യൂബിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം 0 വരെ. അപ്പോൾ ഇവിടെ എത്ര തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു അത്രയും തവണ നമ്മൾ ഈ സൈൻ എക്സിനെ നമ്മൾ എന്താക്കുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിനാണ് സൈൻ എക്സ് ആയതുകൊണ്ട് സൈൻ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി സൈൻ 2x ആണെങ്കിൽ സൈൻ 2x ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ കോസ് എക്സ് ആണെങ്കിൽ കോസ് എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഓക്കെ, അതാണ് ഡി ഐ മെത്തേഡ്. റെഡി? അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് അല്ലെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിനിങ്ങനെ ക്രോസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ മക്കളെ? നോക്കൂ, എക്സ് ക്യൂബ് ഇൻറ്റു മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് കോസ് എക്സ് എന്ന് വരും. റെഡി അല്ലേ? പിന്നെ മൈനസ് 3x സ്ക്വയറിന് മൈനസ് സൈൻ എക്സ് എന്ന് പറയും, പ്ലസ് 3x സ്ക്വയർ സൈൻ എക്സ് എന്ന് വരും. റെഡി അല്ലേ? പിന്നെ അടുത്തത് 6x ഇൻറ്റു കോസ് എക്സ് അല്ല, യെസ് പ്ലസ് 6x കോസ് എക്സ് എന്ന് വരും. റെഡി അല്ലേ? ഇനി അടുത്തത് മൈനസ് 6 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് 6 സൈൻ എക്സ് എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് അറിയുമെങ്കിൽ നമുക്ക് സടപടി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ജി ഓഫ് പൈ ബൈ 2 വേണം. ഓക്കെ, അപ്പോൾ ഈ ജി ഓഫ് പൈ ബൈ 2 കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് എക്സിനടുത്തൊക്കെ നമ്മൾ പൈ ബൈ 2 വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ യെസ് ഞാൻ എക്സിന് പൈ ബൈ 2 റീപ്ലേസ് ചെയ്യും. ഇവിടെ പൈ ബൈ 2 ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും അല്ലേ. ആൻഡ് ഇവിടെ കോസ് പൈ ബൈ 2 എന്ന് കിട്ടും. ഈ കോസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ്? 0 എടാ, മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടാതെ എഴുതേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? കാരണം ഇതിലേക്ക് ഞാൻ പൈ ബൈ 2 കൊടുക്കുന്ന സമയത്ത് ഇവിടെ കോസ് പൈ ബൈ 2 ആണ് വരിക. ഈ കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞ സാധനം 0 ആണ്. പിന്നെ ഇവിടെ
എന്താണെങ്കിലും നമ്മൾ എന്താക്കേണ്ട മൈൻഡ് ആവശ്യമില്ല. റെഡി അല്ലേ? ഇനി അടുത്ത് 3 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെ എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഓക്കെ, ഇനി ഇവിടെ സൈൻ പൈ ബൈ 2 വരും അല്ലെ. സൈൻ പൈ ബൈ 2യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് 1 ആണ്. ഓക്കെ, പ്ലസ് 6 ഇൻറ്റു പൈ ബൈ 2. ഓക്കെ, നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ കോസ് പൈ ബൈ 2 എന്നാണ് വരിക. ഈ കോസ് പൈ ബൈ 2ന്റെ വാല്യൂ നമുക്ക് അറിയുമ്പോൾ എന്താണ് 0 ആണ് അല്ലെ. -6 സൈൻ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് 1 ആണ്. അപ്പോൾ എനിവേ ഈ ജി ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? ജി ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ? 3 പൈ സ്ക്വയർ ബൈ 4 മൈനസ് 6 ആണ്. ഓക്കെ, 3 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് 6 ആണ് ജി ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ലേ? ഇനി നമുക്ക് ജി ഡാഷ് ഓഫ് പൈ ബൈ 2 കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. ഓക്കെ അല്ലേ? അതായത് ഇവരെ രണ്ട് സൈഡിലും നമ്മൾ എന്താക്കുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ് അല്ലേ ഈസ് ഇക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, നമുക്കറിയാം ഡിവൈഡ് എക്സ് ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് നമുക്കറിയാമെന്നാണ് ഇറ്റ് ഈസ് അതിമുണ്ട് എക്സ് ക്യൂബ് സൈൻ എക്സ് ആണ്. ഡിവൈഡ് എക്സ് ഓഫ് ജി ഓഫ് എക്സ് നമുക്കറിയാമെന്നാണ് ജി ഡാഷ് ഓഫ് എക്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, പൈ ബൈ 2 ദ ഹോൾ ക്യൂബ് ഇൻറ്റു സൈൻ പൈ ബൈ 2. സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, സോ പൈ ക്യൂബ് ഡിവൈഡ് ബൈ എന്ത് കിട്ടൂടാ മക്കളെ? 8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പൈ ക്യൂബ് ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ്, 8 ഇൻറ്റു എന്താണ്? യെസ്, ജി ഓഫ് പൈ ബൈ 2. ഓക്കെ, 8 ഇൻറ്റു ജി ഓഫ് പൈ ബൈ 2 പ്ലസ് എന്താണ്? ജി ഡാഷ് ഓഫ് പൈ ബൈ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു ജി ഓഫ് പൈ ബൈ 2 നമ്മൾ പറയാം എന്താണ്? 3 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് 6. ഓക്കെ, ജി ഡാഷ് ഓഫ് പൈ ബൈ 2 നമ്മൾ പറഞ്ഞത് എന്താണ്? പൈ ക്യൂബ് ഡിവൈഡ് ബൈ 8. റെഡി? ഞാൻ അതിനുള്ളിലേക്ക് മൾട്ടിപ്പിൾ എടുത്തു നമുക്ക് ഇവിടെ എന്തുണ്ട്? 8 ഇൻറ്റു 3 പൈ സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ 6 പൈ സ്ക്വയർ എന്ന് വരില്ലേ? യെസ്, ഇതാണെങ്കിൽ 48 എന്ന് വരും. ഇവിടെയാണെങ്കിൽ പൈ ക്യൂബ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈ ക്യൂബ് ഓക്കെ പ്ലസ് 6 പൈ സ്ക്വയർ അല്ലെ മൈനസ് 48 എന്ന് വന്നു. റെഡി? പൈ ക്യൂബ് പ്ലസ് 6 പൈ സ്ക്വയർ മൈനസ് 48 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യെസ്, ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കണം? ആൽഫ പൈ ക്യൂബ് അല്ലേ, കാരണം ഇതിൻ്റെ വാല്യൂ ആൽഫ പൈ ക്യൂബ് പ്ലസ് ബീറ്റ പൈ സ്ക്വയർ പ്ലസ് ഗാമ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഉള്ളത്. ശരിയല്ലേ? ആൽഫ പൈ ക്യൂബ് പ്ലസ് ബീറ്റ പൈ സ്ക്വയർ പ്ലസ് ഗാമ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താക്കിയിരിക്കുന്നത്? 8 ഇൻറ്റു ജി ഓഫ് പൈ ബൈ 2 പ്ലസ് ജി ഡാഷ് ഓഫ് പൈ ബൈ 2ൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടോ? ഇവൻ്റെ വാല്യൂ ഈ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്നും ബീറ്റ ഈസ് ഈക്വൽ ടു 6 എന്നും ഗാമ ഈസ് ഈക്വൽ ടു മൈനസ് 48 എന്നും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ അല്ലേ, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 6 മൈനസ് 48. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും മക്കളെ? 55 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഓപ്ഷൻ 1 ആയിട്ടുള്ള 55 ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.